സോ അങ്ങനെ നമ്മളപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോടെക്ട്രാവലിന്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡ് നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിന്റെ സമീപത്താണുള്ളത്. ഇവിടെ കുറച്ച് ചെറിയ മിനി സ്റ്റോറുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ വാങ്ങാവുന്നതാണ്. അതുപോലെ ഇവിടെ തന്നെ കിട്ടുന്ന ഫ്രഷ് ക്യാരറ്റ്സ് സൈഡിൽ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബ്ലോക്കാണ് കേട്ടോ. നല്ല റഷാണ് ഇവിടെ. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് നമ്മളിങ്ങനെ പയ്യെ നടന്നു. ഇവിടെ KSCBയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് കാണാം. എന്ന് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കില്ലാത്തപ്പോൾ ദയവ് ചെയ്താലും സ്പീഡ് 15 km/h നിന്ന് കൂടരുത്. ദയവ് ചെയ്ത് അങ്ങനെ റൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പാലിക്കുക. എന്ന് കഴിഞ്ഞാൽ ഓഫ് സീസൺ സമയത്താണ് ചെയ്യുന്നത് ഞാൻ അത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് നമുക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 15 km മേലെ പോയില്ല. ഭയങ്കര തിരക്കാണ്, സൊറഷാണ് ഇവിടെ. നമ്മളങ്ങനെ ഡാമിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു റോഡ് കൂടിയാണ്, അതാണ് ഇത്ര റഷ്. ഇവിടെയൊക്കെ കമ്പിവേലി കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ട്. ഈ ചിലയിടത്തൊക്കെ അത് പോയിട്ടുണ്ട്. ഇതാണ് ഡാമിന്റെ അകത്തെ കാഴ്ച. സോറി, വെള്ളത്തിന്റെ എല്ലായിടത്തും ഈ വേലി കെട്ടിയത് എന്തുണ്ട്. ഞാൻ ഇപ്പോൾ ക്യാമറ മുകളിലേക്ക് വെച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് തന്നത്. കാരണം പ്രൊട്ടക്ഷൻ ലെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കമ്പി വേലി വെച്ചേക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആയാലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി. നല്ല പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും ഇവിടെ ഡംപ് ചെയ്യാണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ സ്പിൽവേ ഷട്ടറിന്റെ ഓപ്പണിംഗ് ഏരിയ ആണിത്. ഇതാണ് ഷട്ടർ വരുന്നത്. ഫ്രണ്ട് വശം കാണാം. ഒരു 5-10 ഷട്ടേഴ്സ് ഉണ്ട് ഈ ഒരു ഡാമിൽ. നമുക്കത് കാണാവുന്നതാണ്. ഇതൊക്കെ മെഷീനിൽ ഓപ്പറേറ്റഡ് ആണ്. താഴെ നമുക്ക് സ്പിൽവേന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പിൽവേന്ന് വെള്ളം പമ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ KSCBയുടെ ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ പദ്ധതി, കറണ്ട് ഉൽപാദന പദ്ധതി ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയുന്നത്. അതുപ്രകാരമാണ് നമ്മളിങ്ങനെ വാക്ക് ചെയ്യാൻ നേരത്തെ കമ്പി വേലിയോടാനും ഭയങ്കര ബുദ്ധിമുട്ട് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ദയവായി പ്രേക്ഷകരുമായി പ്രേക്ഷകരൊന്നും കൊടുക്കുക. വീഡിയോ ക്ലാരിറ്റി കൊടുക്കുക. ഞാൻ ഫോക്കസ് ചെയ്ത് പലപ്പോഴും നല്ല അടിപൊളി കാഴ്ചയൊക്കെ ആയിട്ടോ അവിടെ വരുന്നത്. ഇതാണ് ഡാമിന്റെ ഞാൻ എന്തായാലും ഡാമിന്റെ അങ്ങ് അറ്റം വരെ പോകുന്നില്ല. കാരണം ഞാനിപ്പോ നമ്മൾ വണ്ടി അങ്ങറ്റത്ത് പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് കുറച്ച് സം ഓഫ് മൈ ഫാമിലി മെമ്പേഴ്സിനൊപ്പമാണ് ഞാൻ ഈ യാത്ര വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ തന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടേക്ക് ഡാമിന്റെ ഇവിടേക്ക് വന്നത്. ഷട്ടറിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഈ ഒരു വടം വലിച്ചാണ് നമ്മുടെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്തത് ഈ വഴിക്കോടെ താഴത്തേക്കോടെ വെള്ളം. സോ നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിന്റെ കാഴ്ചയോടെ നിർത്താണ്, വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. എന്നിട്ട് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം. ഞാൻ എന്തായാലും അപ്പുറത്തെ സൈഡിൽ ഒന്നുകൂടി കാണിക്കാം. ഉണ്ടോ, അതൊക്കെ ഭയങ്കര റഷ് ആയതുകൊണ്ട് നമ്മളധികം ടൈമൊന്നും നമ്മുടെ അധികം സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ലാത്തത് വളരെ സങ്കടമാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇതൊക്കെ താഴത്തേക്ക് ചെന്നിട്ടാണ് ബോട്ടിങ്. നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പം അങ്ങനെ നമ്മൾ ബസ്സിലാണ്. അന്നേരം ഡാമിൻ്റെ കണ്ടോ വറ്റി വരണ്ട കിടക്കാണ് അവിടെയൊക്കെ. നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. വണ്ടി പോകുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷനാണ്. ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ ഒന്നും കൂടിയാണ് മെയിൽ ഇത് പറയുന്നത്. ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. ഇവിടെയൊക്കെ നല്ല കണ്ടു ഭയങ്കര ട്രാഫിക് കൺജക്ഷനൊക്കെ ഒരുവിധം മിക്കയിടത്തുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ സൈഡ് ഒതുക്കി പാർക്ക് ചെയ്ത് വേറെ ഓൺ ബിസിനസ്. ചിലവരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇവിടെ വെച്ചാണ്. അങ്ങേറ്റത്ത് നമുക്ക് ഡാമിന്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും എന്ന് പറയുന്ന. പക്ഷെ അവിടെ വെള്ളമില്ല എന്ന് പറയുന്നത് വളരെ സങ്കടം. വേനൽക്കാലം മഴ എത്തി തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം
വെള്ളം ഇല്ലാത്തത്, പിന്നെ പ്രളയത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതേ കണ്ടോ, വെള്ളം കുറവാണ്, വളരെ കുറവാണ്. ശരി, ഞാൻ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ വേറെ കാര്യം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാമിന് ചുറ്റുപറ്റാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി ഇവിടെ സങ്കടകരമായ കാഴ്ചയായിട്ട് കാണുന്നത് വേസ്റ്റ് ഡംപ് ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കൂടുതലും. പിന്നെ കുപ്പികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ദയവേത് ഇനി ഇവിടെ വരുന്ന സഞ്ചാരികൾ പരമാവധി പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കുക. ഇപ്പോൾ അങ്ങനെ ഇലയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ദയവേത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡംപ് ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് ഡംപ് ചെയ്ത് കണ്ടോ, വലിച്ചു മാറിയാണ് ഇവിടെ ഇടുന്നത്. അവിടെ ഡാമിൻ്റെ പരിസരം കാണാൻ സാധിക്കുന്നുണ്ട്. വറ്റി വരേണ്ട നടുക്കൊരു ചെറിയ അരുവി പോലെ പോകുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും വെള്ളം കുറവില്ല എന്ന് തന്നെ പറയാം. അവിടെയൊക്കെ ഡ്രൈ ലാൻഡായിട്ടാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ അങ്ങനെ അധികം നേരം അവിടെ നിന്നില്ല, കാരണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. നമ്മൾ മിക്കവാറും എനിക്ക് തോന്നുന്നു പറ്റാണെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്, കാരണം സമയപരിധി. താഴെ നമുക്കൊരു അടിപൊളി വാലി കാണാം. അതിനപ്പുറത്ത് മലനിരകളും ഒക്കെ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. മനോഹരം. അതിൻ്റെ നടുക്കൊക്കെ ഇവര് ഏത് മരാന്നൊക്കെ അറിയില്ല, അങ്ങനെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തൊക്കെ ആ മലയമ്മൊക്കെ ഈ തേയില നിറഞ്ഞു വെക്കുന്നവര് അവിടെയൊക്കെ ഈ കോട വന്നത് പോലെ തോന്നുന്നുണ്ട്. കോടൊക്കെ ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് എന്തായാലും ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഷോട്ട്സ് എടുക്കാം. നമ്മളൊക്കെ അതാണ് നമുക്ക് ഒരു നമ്മളിപ്പോൾ ഓരോ ലൊക്കേഷനുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വഴിയിലുള്ള കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കുകയാണ്, പരമാവധി കാഴ്ചകൾ. ഇവിടെയൊക്കെ ടൂറിസ്റ്റ് സഞ്ചാരികളൊക്കെ വണ്ടികൾ നിർത്തി സൈഡ് ഒതുക്കി നിർത്തിയിട്ടില്ല. പലയിടത്തും പാർക്കിംഗ് ഏരിയ ഇല്ലെങ്കിൽ പോലും റോഡിലേക്ക് കിട്ടിയാലും വണ്ടി നിർത്തിയിട്ടൊക്കെ കേട്ടോ. വളരെ സങ്കടം. അവിടെയൊക്കെ ഭയങ്കര തിക്കായിട്ടുള്ള ഏരിയ. തിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇവിടെ പോകുന്നത്. ഫുൾ കൺജസ്റ്റഡ് ഏരിയ ആണ്. റോഡ് തന്നെ ആയാലും ഒരു 2 വണ്ടി വരുമ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ്. അതിൻ്റെ ഇടയിൽ പാർക്കിംഗ് കൂടി വരുമ്പോഴാണ് നമ്മൾ ബ്ലോക്കുകളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അങ്ങോട്ട് നമുക്ക് വാലി കാണാം. ഇതൊരു വാലിയാണ്. അതിൻ്റെ ഇവിടെയൊക്കെ അതേ തേയില നട്ട് പിടിച്ചത്, പുത്തൻ തേയില നട്ട് പിടിച്ചത് നമുക്ക് ആരംഭഘട്ടം കാണാം. ടോപ്പ് സ്റ്റേഷനിലെ മലനിരകളിലേക്ക് കയറി അവിടെ നമുക്ക് ഈ മേഘങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായ അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ഇരുണ്ട് മൂടിയോണാണ് നിൽക്കുന്നത്. അതായത് മഴക്കോളുള്ള രീതിയിലാണ്. മഴ പെയ്ത ടോപ്പ് സ്റ്റേഷൻ വെള്ളത്തിലാവും. ഷൂട്ടിങ് പോസിബിൾ മഴ പെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റൊക്കെ ഇപ്പോഴേ വീശി തുടങ്ങി. നല്ല രസമാണ് ഇവിടെയൊക്കെ. ഇപ്പം നമ്മൾ മലയുടെ മുകളിലത്തെ ഭാഗങ്ങളിലൂടെയൊക്കെ കയറി തുടങ്ങി. എവിടെ ചെന്നാലും ഈ ഒരു ചെറിയ തോതിലുള്ള കടകളും മറ്റൊക്കെ കാണാം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവേദ എൻ്റെ പ്രേക്ഷകർ ക്ഷമിക്കുക, കാരണം നമ്മുടെ ആദ്യത്തെ ട്രാവൽ ബ്ലോഗാണ്. നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ. ഒരു സൈഡിൽ അങ്ങറ്റത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന വാലിയും, എന്താ മനോഹരം. അപ്പുറത്തെ സൈഡിൽ തേയിലത്തോട്ടവും. ശരി, ഞാൻ എവിടേക്ക് ക്യാമറ തിരിക്കണം എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനായി പോകുന്നു. ഒരു 360 ഡിഗ്രി ക്യാമറ വേണ്ട രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ് ഈ പറയുന്ന നമ്മുടെ മൂന്നാർ എന്ന് പറയുന്ന വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു ഭാഗം തന്നെയാണ്.
ഇവിടേക്ക് വന്നപ്പോൾ നമ്മളത് ഇവിടെ ചെറിയ ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയില്ല, നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ നട്ട് വെച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. നല്ല കാഴ്ചയാണത്. എൻ്റെ അപ്പുറത്ത് ഈ ഓറഞ്ച് വൃക്ഷങ്ങളും കാണാം. അങ്ങറ്റത്തൊരു മല, കുന്ന് കാണാം. മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ മൊത്തം തേയില എസ്റ്റേറ്റ് അവിടെ, വേറെ ഒന്നും അതിങ്ങനെ എടുത്തു പറയാനായിട്ട് വേറെ കൃഷികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കൂടുതലും ഒരു 90% തേയില കൃഷി തന്നെയാണ് നമ്മുടെ മൂന്നാറിൻ്റെ പ്രധാനമായ സ്രോതസ്. ആ പ്രകൃതിയുടെ ആ ഒരു മനോഹരത്തെ കൂട്ടാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും ഈ തേയില തോട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ഈ മരങ്ങൾ നട്ട് വളർത്തിയതിന് കാരണം എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചെറിയ ഭാഗത്ത് മരങ്ങൾ എങ്ങനെ വന്നാലും ഉണ്ടാവും. അത് ഈ തേയിലത്തോട്ടത്തിൽ ഇവർ സെപ്പറേറ്റ് നടന്നതാണെന്നാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. കാരണം ആ ഒരു ഭംഗിൻ്റെ ഒരു ഇത് കൂട്ടാനായിട്ട് മറ്റൊക്കെയായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നിർത്തിയിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനിയും 0.5 കിലോമീറ്റേഴ്സ് എഹെഡാണ്. അത് നമ്മൾ വാക്ക് ചെയ്ത് തന്നെ പോകണം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തിടാനായിട്ട് ഇവർ പറയുന്നു. പക്ഷെ ആരും അത് ചെയ്ത് കാണുന്നില്ല. നമ്മുടെ മലയാളികളിൽ ഇന്ത്യക്കാർ ഒരു ഇതാണ്, സ്വഭാവമാണ്. നമ്മൾ ദയവേത് അത് ചെയ്യാതിരിക്കും, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. ഇവിടെയൊക്കെ ഇഷ്ടമുള്ള സഞ്ചാരികളുണ്ട്, കാരണം നമ്മൾ ഇനിയും ലോങ് ആക്കുന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡ് ടോപ്പ് സ്റ്റേഷനും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളിലേക്കും കിടക്കാം. അപ്പോൾ ദയവേത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.